എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോടാ. ഓക്കെ. ക്രിസ്മസിന്റെ തലേന്നാണ് ഞങ്ങൾ വീഡിയോ എടുത്തു തുടങ്ങി. അതായത് 24-ാം തീയതിയാണ് കേട്ടോ ഈ ഞങ്ങൾ വീഡിയോ എടുത്തു തുടങ്ങിയിരിക്കുന്നത്. എന്റെ ഇന്ന് എപ്പോഴെങ്കിലും അല്ല കേട്ടോ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന കൊല്ലം ബീച്ചിലാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ക്രിസ്മസ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ ഭാഗത്തോട്ട് നടക്കുവാണ്. അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. നമുക്ക് അങ്ങോട്ട് നടന്നു പോയി നോക്കാം അല്ലെ. എനിക്ക് തോന്നുന്നു കരോളൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പോകാം. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ ഫുള്ളും കളറായിട്ടുള്ളത്. എല്ലാരും ഡാൻസും പാട്ടും ഭയങ്കര ബഹളമായിരുന്നു. അതെ കേട്ടോ, ബീച്ചിന്റെ മെയിൻ ഫേസിലൊന്നും വലിയ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഈ ഭാഗത്തായിരുന്നു നല്ല എൻജോയ്മെന്റും അടിപൊളി ലൈറ്റിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ സ്റ്റാർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മരത്തിലെല്ലാം ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെ, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇത് വോയിസ് ഓവർ ചെയ്തതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ബാക്കിൽ നല്ല അടിപൊളി പാട്ടാണ്, ഒരു വക ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇത് വോയിസ് ഓവർ എടുത്തത്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. മെയിൻ ഭാഗത്ത് നമ്മൾ പോയപ്പോഴത്തേക്ക് ഉള്ള തിരക്കില്ലേ, അതിനെക്കാട്ടി കൂടുതൽ തിരക്ക് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്രിസ്മസിന്റെ തലേന്നായതുകൊണ്ട് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. അങ്ങനെ എല്ലാവരും ഫാമിലി ആയിട്ട് ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതിന്റെ ഭയങ്കര തിരക്കായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അടുത്ത ഭാഗത്തോട്ട് നീങ്ങി ആള് കുറഞ്ഞ ഭാഗത്ത് പോയി നിന്ന് ഞങ്ങൾ ഓരോ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അവിടുന്ന് നോക്കുമ്പോ തന്നെ കേട്ടോ ഈ ഒരു ബാക്ക് സൈഡിൽ ഭയങ്കരമായ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ റോഡിന്റെ അപ്പുറത്തെ സൈഡ് ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ പള്ളിയില് പാട്ടും ലൈറ്റിങ്ങും എല്ലാം ആയിട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അതിന്റെ തൊട്ട് സൈഡിലായിട്ട് അടുത്ത ഭാഗത്തായിട്ട് കുറച്ച് ലൈറ്റിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ് തന്നെ വെച്ച് ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. ആ ഒരു ഭാഗത്തേക്ക് പോയട്ടോ, അവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. എല്ലാരും വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. അത് മാത്രമല്ല ഇത് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ പോയിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അങ്ങനെ ഈ ഒരു പപ്പാനിയുടെ അടുത്ത് പോയിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ അങ്ങ് ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കേട്ടോ. അവിടെ ഒരു ക്രിസ്മസ് ട്രീ ആണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കയറിയുന്ന എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു. അങ്ങനെ ഞങ്ങളും അവിടെ പോയിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നിന്ന് എടുത്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു പള്ളി കണ്ടു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള വഴി, അതായത് ചുറ്റി പോകാനുള്ള വഴി ഞങ്ങൾക്ക് അറിയാം. അതല്ലാതെ ഷോർട്ട് കട്ടിൽ പോകാനുള്ള ഒരു വഴി തപ്പി ഞങ്ങൾ അവിടെ 1-2 പേരെടുത്ത് ചോദിച്ച് കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടോ, അടിപൊളിയല്ലേ. നമ്മൾ അവിടെ നിന്ന് ലൈറ്റ് കണ്ടിട്ട് വന്ന കേട്ടോ. ഈ പള്ളി നല്ല കളർഫുൾ ആയിരുന്നു. ഇതിന്റെ ലൈറ്റ് ആണ് കേട്ടോ നമ്മൾ ബീച്ചിൽ നിന്നപ്പോൾ കണ്ടത്. ഇതിൽ ചെറിയൊരു ഇടവഴി ഉണ്ടായിരുന്നു, അതിലേക്കൂടെ കയറി നേരെ വന്നത് ഈ പള്ളിയുടെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നേ. ഈ ലൈറ്റ് കണ്ടിട്ടാട്ടോ നമ്മൾ വന്നത് ബീച്ചിൽ നിന്ന്. അപ്പോൾ ഈ ലൈറ്റിന്റെ വെട്ടം നമ്മളവിടെ എല്ലാം കണ്ടു, വന്ന വഴിക്കും കണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ വന്ന് നോക്കിയത്. ഓക്കെ, നമുക്ക് പോവാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ മാടി ഭാഗത്തോട്ട് പോയി. അവിടെ കുറെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം വഴിയിൽ വെച്ച് കുറെ ക്രിസ്മസ് പപ്പയൊക്കെ കണ്ടു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോക്കകത്ത് ഈ സംഭവങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ലൈറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നുണ്ടല്ലോ, തലേന്ന്, അതായത് ഈ 24-ാം തീയതി ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മ്യൂസിക്കും അതുപോലെ ലൈറ്റും. അവിടുത്തെ കൊച്ചു കുട്ടികൾ മുതൽ
മുതിർന്നവർ വരെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പം കണ്ടില്ലായിരുന്നു, ഈ തവണ വന്നതാണ് ഇതെല്ലാം. അതെ, അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് എല്ലാം വന്നു. അത് ഞങ്ങൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അടുത്ത സെറ്റ് കരോൾ വരുന്നു. അങ്ങനെ ഒരുപാട് സെറ്റായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഈ വഴിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞുണ്ടല്ലോ കൊല്ലത്തുതാ ഈ ഒരു വഴിയുണ്ടല്ലോ വാടിയിൽ ഈ ഒരു ഭാഗം ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ കാഴ്ചകൾ ഫുള്ള്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് വന്ന് രാത്രി 12 മണിയാവാനായിട്ട് കാത്തിരുന്നു. അങ്ങനെ രാത്രി 12 മണിയായപ്പോൾ ഞങ്ങൾ ഉണ്ണിയേശുവിനെയൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു. ഈ പുൽക്കൂട് കണ്ടോ, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ഇന്ന് 25-ാം തീയതിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? കടവൂർ പള്ളിയിലാണ്. ഇതേവരെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച ക്രിസ്മസിൻ്റെ അന്ന് എന്തായാലും പള്ളിയിൽ വരണം, ഈ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചു തരണമെന്ന്. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ 2 സംഭവങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. അത് കുറേ ദിവസമായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിധത്തി എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ആളായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ നേരെ കയറി വന്നു. പള്ളിയിൽ വലിയൊരു സാന്റാക്ലോസും ഉണ്ടായിരുന്നു, വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ എന്ന് വെച്ചാൽ ഉപയോഗശൂന്യമായ ഫ്ലെക്സ് കൊണ്ട് നിർമ്മിച്ചതാണ്. അത്യാവശ്യം നല്ല വലിയൊരു ക്രിസ്മസ് ട്രീ ആണ്. പക്ഷെ നമുക്കിവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറ്റില്ല. ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോ എടുക്കാൻ പറ്റൂല, ജസ്റ്റ് ഇങ്ങനെ നിൽക്കാവുന്നേ ഉള്ളൂ. ഫോട്ടോ എടുക്കാൻ വലിയ പാടാം. ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു സാൻഡേ ഉണ്ട്. അതും നമുക്ക് പിള്ളേരും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ആ സാൻഡേ ഇങ്ങനെ നമുക്ക് കാണാവുന്നേ ഉള്ളൂ. ആ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിൽ അച്ഛ വന്ന് നിന്നപ്പോൾ നോക്കി ഇത്തിരിയേ ഉള്ളു. എങ്ങനെയുണ്ടാ ക്രിസ്മസ് ട്രീ? അടിപൊളി. ഇത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ അടുത്ത് പോയിരുന്നാലും ആ സാൻഡയുടെ അടുത്ത് പോയിരുന്നാലും അച്ഛൻ ഇച്ചിരിയല്ലേ ഉള്ള. സാൻഡയുടെ അടുത്ത് പോയിരുന്നിട്ട് സാൻഡയുടെ കാലിൻ്റെ പൊക്കേ ഉള്ളു കേട്ടോ. സാൻഡ് ഇത്രയേ ഉള്ളൂ. ഞാൻ നിന്നാലും സാൻഡയുടെ കാലിൻ്റെ അടുത്ത് വരെ ഉള്ളു കേട്ടോ. ഞാൻ വളരെ കുഞ്ഞായിട്ട് കാണുന്നില്ലേ, കുഞ്ഞായിട്ടാണ്. ഇത്ര വലിയ സാൻഡയാണ്. നേരത്തെ കാണിച്ച ശരിയാട്ടോ, അവർ എഴുതി വെച്ചേക്കുന്നത് കറക്റ്റാണ്. ഇത് ഫ്ലെക്സ് തന്നെ. ഫ്ലെക്സ് കട്ട് ചെയ്ത് ഒട്ടിച്ച് അതിന്റെ പുറത്ത് പെയിന്റ് ചെയ്തേക്കുക കേട്ടോ. അതുകൊണ്ടോ ഫ്ലെക്സാ ഇത് വെച്ചിട്ട് സ്പ്രേ ചെയ്തേക്കുക പെയിന്റ്. കൊള്ളാം കേട്ടോ. അകത്തെ ലൈറ്റ് വെച്ചിട്ടുണ്ട്, അതാണ് ഇത്രയും ഇതായിട്ട് ഇത് കാണാൻ പറ്റുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാണ്. പള്ളിയിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് പള്ളി ഫുള്ള് കളർഫുൾ ആയിട്ടുണ്ട്. അതിന്റെ സൈഡിൽ തന്നെ ഒരു വലിയ പുൽക്കൂടും ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയ രീതിയിലാണ് കേട്ടോ ഈ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തൊരു വാട്ടർ ഫൗണ്ടൈനൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് വെച്ചിരിക്കുന്ന രൂപങ്ങളും കണ്ടോ, അടിപൊളി വലിയ നല്ല പെർഫെക്ഷനുള്ള രൂപങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ ബീച്ചിൽ പോയപ്പോ കണ്ടില്ലേ, അതുപോലെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാ. പള്ളിയുടെ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് അവിടെ സെറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റാറും ഉണ്ട്, പുൽക്കൂടും ഉണ്ട്. ഇത് അത്യാവശ്യം വലിയ രൂപങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ അവിടെ എല്ലാം പോയപ്പോ കണ്ടപ്പോ ഇത്രയും വലിയ രൂപങ്ങളല്ല, ഇതെല്ലാം വലിയ ഇത് തന്നെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ കറങ്ങിയിട്ട് അരുൺ ഐസ്ക്രീമിൽ വന്നിരിക്കുക. ഓരോ ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചു.
പിന്നെ ഷാർജ ഒക്കെ കിട്ടുമെന്ന് നോക്കി കേട്ടോ. എല്ലായിടം നല്ല തിരക്ക്. എല്ലായിടും അടച്ച് കുറെ ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചു. അതെ, ഉള്ളവരടുത്ത് ഭയങ്കര തിരക്കല്ലേ, ഇരിക്കാൻ പോലും സ്ഥലമില്ല. അപ്പം നമ്മൾ വിചാരിച്ച് സ്ഥിരം സ്ഥലം ബാ നമുക്ക് അകത്ത് പോയി നിനക്ക് ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ ഇഷ്ടമുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ വന്നാൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒന്നര ടൈപ്പ് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഇതാണ്ട് ഈ ബൈറ്റ്സ് 5 രൂപ 5 രൂപ ഉള്ളൂ, അത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ ഇതും 5 രൂപ വരുന്നുണ്ട്, ഇതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈറ്റ്സ് തന്നെ വേറെ ഉണ്ട് അച്ചു, എനിക്കിത് മതി. റെഡ് വെൽവെറ്റ്. പക്ഷേ കോട്ടൺ ക്യാൻഡി കേട്ടോ ടേസ്റ്റ്. അച്ചു എടുത്ത് ഏതായിരുന്നടാ? ബെറി ഫ്ലേവേർഡ് ഐസ്ക്രീം. എനിക്ക് തണുപ്പ് എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ എടുത്തത് ബൈറ്റ്സ്. ഹാർട്ട് ഷേപ്പ് കേട്ടോ, ഒരേ കളറ്, ഡ്രസ്സിൻ്റെ കളർ ഐസ്ക്രീമിൻ്റെ കളർ വന്നു കേട്ടോ. കൊള്ളാം കേട്ടോ, കാണാം. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? വേണ്ട, കഴിച്ചോ. എനിക്ക് തണുപ്പ്, ഞാൻ ബൈറ്റ്സ് ഒരെണ്ണം കഴിച്ചോളാം. വേണ്ടാത്തതുകൊണ്ട് ഞാൻ ബൈറ്റ്സ് എടുത്തത്, കോട്ടൺ ക്യാൻഡി ബൈറ്റ്സ്. കുഞ്ഞു സാധനമാണ് കോട്ടൺ ക്യാൻഡി. ഇത് നമ്മുടെ ചിന്നക്കട റൗണ്ട് അബൌട്ടാണ് കേട്ടോ. റൗണ്ട് അബൌട്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടേക്ക് കേട്ടോ. ക്രിസ്മസിന് മുന്നേ ലൈറ്റ് ഒക്കെ ഇട്ടായിരുന്നു. അടിപൊളി അല്ലേ? അടിപൊളി കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലെ കൂടെ ഇങ്ങനെ കാറും ലൈറ്റും എല്ലാം ഉണ്ട്. ഇത് ഇവിടെ നോക്കി, ഇത് നോക്കി, സാൻഡ് അടിപൊളി. ഇപ്പൊ നമ്മള് ബിഷപ്പ് ജെറോം നഗറിന്റെ അടുത്താ എത്തിയത്. അത് കേട്ടോ, ജെറോം നഗറിന്റെ ഫ്രണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇത് നോക്കേ, മുകളിൽ നോക്കേ. അത് മാത്രല്ല കേട്ടോ, വലിയൊരു ക്രിസ്മസ് കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാല്ലേ അത്? നല്ല ഭംഗിയുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ സാൻഡേ നിർത്തിയിട്ടുണ്ട്. ഫുള്ള് ലൈറ്റാണ് കേട്ടോ ഇവിടെ. നമുക്ക് അകത്തോട്ട് പോവാം. അകത്തോട്ട് എന്താ മുകളിൽ കണ്ടോ? നമുക്ക് അകത്തോട്ട് കയറാവേ. ഇവിടെ ഫുള്ള് ലൈറ്റാണ് കേട്ടോ. ഫുള്ള് ലൈറ്റ്. ഞങ്ങളാണെങ്കിൽ എപ്പോഴും ഇതുവഴി പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കും. ഓക്കെ, റൈറ്റ് സൈഡിൽ നോക്കേ. ലെഫ്റ്റ് സൈഡിലൊരു സ്നോമാൻ്റെ ഇതും ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ വലിയൊരു സ്റ്റാർ തൂക്കിയേക്കുന്നുണ്ടോ? ഏറ്റവും മുകളിലായിട്ട് വലിയൊരു സ്റ്റാർ തൂക്കിയിട്ടുണ്ട്. അവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു സംഭവം കാണിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതോട്ടോ, പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നോ. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് വന്നപ്പോ ഇത് കണ്ടോ, ഇവിടെ ഏഞ്ചൽസിനെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല രസമുണ്ട്. ഇവിടെ മാത്രമല്ലല്ലേ, അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് മാത്രമല്ല, വേറൊരു കാര്യം കണ്ടായിരുന്നു അച്ചു, ഇതുപോലെ അവിടെ സ്നോമാൻ നിൽക്കുന്നുണ്ടോ, കണ്ടോ? അതിന് താഴെയായിട്ട് ക്രിസ്മസ് റീത്തും വെച്ചിട്ടുണ്ട്. കേട്ടോ. അപ്പൊ നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കിയാലോ? അപ്പൊ നമുക്ക് എന്തായാലും അകത്തോട്ട് നടന്നു നോക്കാം അല്ലേ? അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ട്, പുൽക്കൂടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. എന്തായാലും നോക്കട്ടെ, അകത്തോട്ട് കയറി. ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാമുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. എന്തായാലും നമുക്ക് ഇവിടെ അകത്ത് നോക്കാം. അപ്പോൾ വേണ്ട, ഇവരും ഇവിടെ ഒരു ക്രിസ്മസിൻ്റെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ട്രീ ഉണ്ട്. നമുക്ക് ഇത് മാത്രമല്ല തോന്നുന്നു, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബിഷപ്പ് ജെറോം എന്ന് പറയുന്നത് ഇവരാണ് കേട്ടോ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തേക്കുന്ന ഗോൾഡൻ ഗിഫ്റ്റ്. ഇവരാണ് ഇവിടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ കുറേ സാധനങ്ങൾ വെച്ചേക്കുന്നുണ്ട്. ട്രീ ഒക്കെ ഒരുപാട് ട്രീ ആണ് കേട്ടോ. ഇത് റേറ്റ് ആണ്, ഇത് റേറ്റ്. ഇത് ഫുള്ള് വൈറ്റ് വരുന്ന കേട്ടോ. കൊള്ളാം കേട്ടോ. അപ്പം ഞങ്ങളിപ്പം ബിഷപ്പ് ജെറോം നഗറിൽ ഓരോ സ്ഥലത്ത് നിന്ന് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തുകൊണ്ട് വെക്കുക.
പല പല സ്പോട്ടിൽ പോയി നിന്ന് എടുക്കുക കേട്ടോ. സംഭവം എവിടെ പോയി നിർത്താലും നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെയും നമ്മൾ ആ സ്നോമാൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കും. ഇത് മുകളിൽ പോയി ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെ അവിടെ അകത്ത് പോയി എടുത്തു. പിന്നെ റീത്തിൻ്റെ അടുത്ത് പോയി എടുത്തായിരുന്നു. പിന്നെ ഓരോ ഇടത്ത് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? അടുത്ത് നമുക്ക് ബീച്ചിൽ പോകാം. ഓക്കെ, നമുക്ക് ബീച്ചിലോട്ട് പോകാം. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇനി അടുത്ത പോകാൻ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞേ. അടുത്ത് എവിടെയാ വെച്ചാൽ നമ്മൾ പോകുന്നത്? അടുത്ത് നമ്മൾ ബീച്ചിൽ പോവാം. അപ്പം നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അപ്പോൾ ക്രിസ്മസിന്റെ കാഴ്ചകൾ കൊല്ലത്ത് എങ്ങനെയുണ്ട്? അടിപൊളി. ഈ തവണ കൊള്ളാം. ബിഷപ്പ് ജെറോ നഗർ അടിപൊളി കളറായി. ബീച്ചും അതാണ്. പിന്നെ ഇപ്രാവശ്യം ബിഷപ്പ് ജെറോ നഗറിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഷെഫ് എനിക്ക് ഇന്നൊക്കെ ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ്? എനിക്കോ ഈ ലൈറ്റിങ് ഇഷ്ടപ്പെട്ടു. അത് അടിപൊളിയായിട്ടുണ്ട്. ഈ മുകളിലെല്ലാം കൊടുത്തേക്കുന്ന ലൈറ്റിങ് എനിക്കും അതെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? നിൽക്കുന്നുണ്ടോ ബൊമ്മയിൽ ചെയ്തെടുത്തൊരു ബാലാകട കുറച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കുന്നില്ലേ? അതേപോലെ തന്നെ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്നോമാനും കൊള്ളാം. പക്ഷെ അത് മുകളിൽ കയറിയില്ല, എല്ലാം ക്ലോസ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് അവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. അത് പുറത്തോട്ട് ഫേസ് ചെയ്ത് വെച്ചേക്കുന്നോണ്ടേ നമുക്ക് അവിടെ പോയി. ബിഷപ്പ് ജെറോ എന്ന് പറഞ്ഞാൽ അടിപൊളി കളർഫുൾ ആക്കി. അതെ. അപ്പോൾ എന്തായാലും നമുക്കിനി ബീച്ചിലെ കാഴ്ചകളും കൂടെ കാണാം. അതിനു മുമ്പ് ഞാനിപ്പോൾ ഒരു കാഴ്ച കണ്ട്, അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളത് കണ്ടില്ല, ഇപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടത്. അത് കണ്ടോ, അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടില്ല കേട്ടോ. ആ ഒരു സംഭവമേ ഞങ്ങൾ കണ്ടില്ല. ഇപ്പോഴാണ് ആ സംഭവം കാണുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് നടന്നു പോയി നോക്കാം അല്ലേ? അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, ഞങ്ങളത് കണ്ടില്ല. ഞങ്ങളുടെ കയ്യിലെ മിസ്റ്റേക്കാണ് ഞങ്ങളത് കാണാൻ അല്ലേ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നടന്നു നോക്കാം. അവിടെ നിന്ന് താഴോട്ട് എല്ലാ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, EV പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ചാർജിങ് ഹബ്ബ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്നവർക്ക് അവിടെ ചാർജിങ് ഇതാണ് കേട്ടോ. കൊള്ളാലേ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുവഴി അല്ലല്ലോ വരുന്നത്, ഇത് ബാക്കിൽ ഒട്ട് ഇറങ്ങിപ്പോകുന്ന വഴി ആയതുകൊണ്ടാണ് കേട്ടോ ശ്രദ്ധിക്കാതെ പോയത്. ബാക്കിലോട്ടൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കൊള്ളാം. ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ട് കേട്ടോ. അത് ഗോൾഡൻ മൂമെന്റ്സ്. അത് പാർക്കിങ്ങിന്റെ ഫ്ലെക്സ് സംഭവം കൊള്ളാം കേട്ടോ. 2 വീട് കണക്ക് ചെയ്ത് അതിനകത്ത് ലൈറ്റിങ്ങും കൊടുത്ത് നല്ല രസമുണ്ട് കേട്ടോ. അത് എല്ലാം ഒരു ട്രീയുടെ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്രാവശ്യം എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റിംഗ് ഒക്കെയാണ് ഇതിന്റെ ഒരു ഭംഗി വന്നത്. ലൈറ്റിങ്ങിന് ആ ലൈറ്റ് എല്ലാം കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ ഇനി ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ബീച്ചിലോട്ട് പോവാം അല്ലേ? ഇനിയിപ്പോ ബോറടിപ്പിക്കണ്ടല്ലോ, നമുക്ക് നേരെ അങ്ങ് ബീച്ചിലോട്ട് പോയാലോ? ഓക്കെ, ഇത് നമ്മുടെ പ്രശാന്തി ഹോട്ടലാണ് കേട്ടോ. അതിന്റെ അവിടെ ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണേ. ഹോട്ടൽ പ്രശാന്തി സെറ്റ് അടിപൊളി. നല്ല നമ്മളിപ്പോ വന്നിരിക്കുന്ന ബീച്ച് ഭാഗത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങളിപ്പോ വന്നപ്പോഴെല്ലാം ബ്ലോക്ക് ആയിരുന്നു. നല്ല തിരക്കുണ്ട്. ഇതൊരു പുതിയ റെസ്റ്റോറന്റാ. പുതിയതല്ല, ഇങ്ങോട്ട് മാറിയതാ ഇപ്പൊ. ഡൊണാൾഡ് ഡക്ക്. എന്തോ പ്രോഗ്രാം നടക്കുക, അതുപോലെ ലൈറ്റിംഗും എല്ലാം ഉണ്ട്. ഭയങ്കര തിരക്ക് കേട്ടോ. വണ്ടി വെക്കാൻ സ്ഥലം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഇത്രയും തിരക്കില്ലായിരുന്നു. ഇന്ന് നല്ല തിരക്കായി കേട്ടോ. ഇറങ്ങാൻ പറ്റുന്ന ഒന്നും തോന്നുന്നില്ല. ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷെ ഇന്നിവിടെ ഇറങ്ങാനായിട്ട് നമുക്ക് പാർക്കിംഗ് ഇതുവരെയും കിട്ടിയിട്ടില്ല, സ്ഥലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പം ബീച്ചിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര തിരക്ക്, തിരക്കുണ്ട്. നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ. ഇന്നലത്തെക്കാട്ടി നല്ല പോലെ ഇന്ന് തിരക്കുണ്ട്. രക്ഷയില്ലാത്ത തിരക്ക്. എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രോഗ്രാമും ഒക്കെ നടക്കുന്നുണ്ട്. ഈ ലൈറ്റിംഗ് അടിപൊളി കാണാൻ. ഇവിടെ മത്സരമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ബീച്ചിന്റെ ഇവിടെയൊക്കെ കുറച്ച് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മള് ബിഷപ്പ് ജെറോ നഗറിൽ കണ്ടാണ് അടിപൊളി. ഇവിടെ ഫുള്ള് കച്ചവടക്കാരും അത്യാവശ്യം കുറച്ച് പേരും കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളു കേട്ടോ. ഇവിടെ
ആ സമയം പാടി ഭാഗത്തൊക്കെ നമ്മൾ ഇന്നലെ വന്നില്ല, അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഇല്ലേ, അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്താണ്? ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പത്ത്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ, വേറെ ഒന്നുമില്ല. ഞങ്ങളിപ്പോ ഇങ്ങനെ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കേട്ടത് ഇവിടെ ആയിരിക്കും കറക്റ്റ്. എനിക്ക് തോന്നുന്നു കടലിനകത്തോട്ട് അങ്ങോട്ടാ അതെനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. അല്ല, കടലിനകത്തോട്ടല്ലെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നു. നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഞങ്ങള് അവിടുന്ന് ഇങ്ങോട്ട് വന്നേ, തിരിച്ചു വന്നപ്പോ വീണ്ടും വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങള് ഇങ്ങോട്ട് വന്നപ്പോ ഭയങ്കരമായിട്ട് ലൈറ്റ് ഒക്കെ കണ്ട് അങ്ങനെ വന്ന് നോക്കിയതാ. ഇത് ഇൻഫന്റ് ജീസസ് പള്ളിയാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്ന അറിയില്ല. തന്നെ ഇൻഫന്റ് ജീസസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്കൂളിന്റെ അടുത്ത് കേട്ടോ. നല്ല രസമുണ്ട്. ഫുള്ള് ലൈറ്റിങ്ങും സ്റ്റാറും ക്രിസ്മസ് ട്രീ എല്ലാം തന്നെ ഇൻഫന്റ് ജീസസ് ആണ് കേട്ടോ. രസമല്ലേ കാണാൻ? അടിപൊളി. ചുമ്മാ ഞങ്ങളൊന്ന് വന്ന് നോക്കിയതാ കേട്ടോ. അകത്തോട്ടൊന്നും കയറിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പൊ നമുക്ക് അടുത്തടുത്തോട്ട് പോവാം കേട്ടോ. ഈ പള്ളിയുടെ അവിടെ നിന്ന് മെയിൻ റോഡ് വരെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ റോഡ് നമ്മൾ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ആക്ച്വലി ഇത് കാണുന്നത്. പക്ഷേ റോഡൊന്നും കൊള്ളത്തില്ല. റോഡ് അങ്ങോട്ട് വരുമ്പോൾ വളരെ മോശം റോഡാണ്. പക്ഷെ കണ്ടോ, രണ്ട് സൈഡിലും. അച്ചു, ഈ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നടാ? അടിപൊളിയായിരുന്നു. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊല്ലം കളർഫുള്ളായി. അതെ, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു. ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്രാവശ്യം എന്തോ നല്ല അടിപൊളി വൈബൊക്കെ അല്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു.